വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് ആ ലെസണിലേക്കൊന്ന് പോയാലോ? നമുക്കൊന്ന് വായിക്കാം. ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് അത്ഭുത ലോകത്തിൽ. വൺ ഡേ, ഒരു ദിവസം, ആലീസ് വാസ് ലയിങ് അണ്ടർ എ ട്രീ. ആലീസ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. ലിസണിങ് ടു ഹെയർ സിസ്റ്റർ റീഡിങ് എ സ്റ്റോറി. ചുമ്മാ കിടക്കുകയായിരുന്നില്ല. ഷീ വാസ് ലിസണിങ് ടു ഹെയർ സിസ്റ്റർ റീഡിങ് എ സ്റ്റോറി. ഒരു കഥ സഹോദരി വായിക്കുന്നത് കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. സഡൻലി ഷീ സോ എ വൈറ്റ് റാബിറ്റ് സ്കാമ്പർ ബൈ. പെട്ടെന്ന് അവൾ കണ്ടു. എന്താണ്? ഒരു വെളുത്ത മുയൽ വിരണ്ടങ്ങോട്ട് ഓടുന്നു. ഷീ സോ എ വൈറ്റ് റാബിറ്റ് സ്കാമ്പർ ബൈ. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറി, റൺ, റഷ് എന്നൊക്കെയാണ്. സ്കാമ്പർ മീൻസ് ഹറി, റൺ, റഷ് എന്നാണ് അർത്ഥം. വിരണ്ടോടുന്നു. ഷീ സോ എ വൈറ്റ് റാബിറ്റ് സ്കാമ്പർ ബൈ. ഹീ ഹാഡ് പിങ്ക് ഐസ്. അവന് നല്ല പിങ്ക് നിറത്തിലുള്ള കണ്ണുകളുണ്ടായിരുന്നു. ആൻഡ് വാസ് വെയറിങ് എ ബ്ലൂ കോട്ട്. അവൻ്റെ ഒരു നീല കോട്ട് ധരിച്ചിരുന്നു. പടത്തിൽ കാണാൻ കണ്ടില്ലേ? നീല കോട്ടും ഒക്കെ ധരിച്ചവൻ പോവുകയാണ്. ഹേ ടുക്ക് ഔട്ട് എ ബിഗ് വാച്ച്. അവൻ കയ്യിൽ നിന്നൊരു വലിയ വാച്ച് എടുത്തു. ഫ്രം ഹിസ് വേസ്റ്റ് കോട്ട് പോക്കറ്റ്സ്. തൻ്റെ വേസ്റ്റ് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വലിയ വാച്ച് എടുത്തു. ആൻഡ് ആസ് ഹി ഹറീഡ് അവേ. അവൻ അടുക്ക കൂടെ പോകുമ്പോഴോ തിരക്ക് പിടിച്ചോടുമ്പോൾ ഹേ സെഡ്, അവൻ പറഞ്ഞു, ഓ ഡിയർ, ഐ വിൽ ബി ടു ലേറ്റ്. ഞാൻ വളരെ താമസിക്കുമല്ലോ എന്നാണ് അവൻ പറഞ്ഞത്, അല്ലേ? ഓ ഡിയർ, ഐ വിൽ ബി ടു ലേറ്റ്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ താമസിക്കുമല്ലോ. ഷീ തോട്ട് ദർ വാസ് സംതിങ് വെരി ഡിഫറെൻ്റ് അബൌട്ട് ദിസ് റാബിറ്റ്. അവൾ വിചാരിച്ചു, ഷീ തോട്ട് ദർ വാസ് സംതിങ് വെരി ഡിഫറെൻ്റ് അബൌട്ട് ദിസ് റാബിറ്റ്. ഈ റാബിറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ മുയലിനെ സംബന്ധിച്ചിടത്തോളം, ദർ വാസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തോ വളരെ വ്യത്യാസപ്പെട്ട് കാണുന്നു. അതാ. ഇറ്റ് കുഡ് ടോക്ക്. അതിന് സംസാരിക്കാൻ കഴിയുന്നു. ഇറ്റ് വോർ എ റെഡ് വേസ്റ്റ് കോട്ട്. അതൊരു ചുവന്ന വേസ്റ്റ് കോട്ട് ധരിച്ചിരുന്നു. കണ്ടില്ലേ? അവന് ചുവന്ന വേസ്റ്റ് കോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നീല കോട്ടിട്ടിരിക്കുന്നല്ലേ. എന്താണ് ഈ വേസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞാൽ? അതൊരു ക്ലോസ് ഫിറ്റിംഗ് വേസ്റ്റ് ലെങ്ത് ഗാർമെൻറ്റാണ്. അതായത് അരയറ്റം വരെ ഇറക്കമുള്ള നല്ലപോലെ ശരീരത്ത് ഫിറ്റായിട്ട് എടുക്കുന്ന ഒരു കോട്ടിനാണ് നമ്മൾ ഈ വേസ്റ്റ് കോട്ടെന്ന് പറയുന്നത്. കേട്ടോ? അതുകൂടാതെ അവൻ വേറെ ഒരു നീല കോട്ട് കൂടി ഇട്ടിരുന്നു, ലോവർ കോട്ട് പോലെ. ആൻഡ് ഇറ്റ് ക്യാരിഡ് എ വാച്ച്. അതിൻ്റെ കയ്യിലൊരു വാച്ചും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ക്യാരിഡ് എ വാച്ച്. ഒരു വാച്ച് അവൻ കയ്യിലെടുത്തിരുന്നു. ആലീസ് വണ്ടേർഡ്. ആലീസ് അത്ഭുതപ്പെട്ടു. എന്താ അത്ഭുതപ്പെട്ടത്? എ ടോക്കിംഗ് റാബിറ്റ്. സംസാരിക്കുന്നൊരു മുയൽ. റാബിറ്റ് ഹൂ വെയർസ് എ വേസ്റ്റ് കോട്ട്. ഒരു വേസ്റ്റ് കോട്ട് ഇട്ടിരിക്കുന്ന ഒരു മുയലേ. ആലീസ് വാസ് ബേണിംഗ് വിത്ത് ക്യൂരിയോസിറ്റി. ഷി വാസ് ബേണിംഗ് വിത്ത് ക്യൂരിയോസിറ്റി. ജിജ്ഞാസ കൊണ്ട് അവളങ്ങ് കത്തുകയായിരുന്നു. ഷി വാസ് ബേണിംഗ് വിത്ത് ക്യൂരിയോസിറ്റി. എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം അവളുടെ മനസ്സിൽ വളരെയധികം ഉണ്ടായി. ആൻഡ് ഷീ ഫോളോഡ് ദ വൈറ്റ് റാബിറ്റ്. അവൾ ആ വെളുത്ത റാബിറ്റിനെ പിന്തുടർന്നു. ഷീ ഫോളോഡ് ദ വൈറ്റ് റാബിറ്റ്. അവൾ ആ വെളുത്ത മുയലിനെ പിന്തുടർന്നു. ദ റാബിറ്റ് സ്റ്റാർട്ടഡ് റണ്ണിങ്. അവനങ്ങോട്ട് ഓടാൻ തുടങ്ങി. ആൻഡ് ആലീസ് ഫോളോഡ് ദ റാബിറ്റ്. ആലീസും പുറകെ ഓടി. ആലീസ് ഫോളോഡ് ദ റാബിറ്റ്. റാബിറ്റിനെ പിന്തുടർന്നു. ഫോളോഡ് മീൻസ് പിന്തുടർന്നു. ദ റാബിറ്റ് സഡൻലി പോപ്പ് ഡൗൺ എ ലാർജ് റാബിറ്റ് ഹോൾ. പെട്ടെന്ന് അത് വലിയൊരു മാളത്തിലേക്ക് ചാടി ഇറങ്ങി. ദ റാബിറ്റ് സഡൻലി പോപ്പ് ഡൗൺ എ ലാർജ് റാബിറ്റ് ഹോൾ. റാബിറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ മാളത്തിലേക്ക് അവൻ ചാടി ഇറങ്ങി. ആലീസ് ജംപ്ഡ് ഇൻ ടു ദ റാബിറ്റ് ഹോൾ ടു. ആലീസും വെറുതെ നിന്നില്ല. ആലീസ് ജംപ്ഡ് ഇൻ ടു ദ റാബിറ്റ് ഹോൾ ടു. ആലീസും ആ മുയലിൻ്റെ മാളത്തിലേക്ക് ചാടി ഇറങ്ങി. ദ റാബിറ്റ് വെന്റ് ഡൗൺ. അവൻ താഴേക്ക് പോയി. ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ഇൻ ടു ദ റാബിറ്റ് ഹോൾ. അതിങ്ങനെ റാബിറ്റ് ഹോളിൽ കൂടെ അങ്ങ് താഴേക്ക് പോവുകയാണ്. ആലീസ് സെഡ് അലൗഡ്. ആലീസ് ഉച്ചത്തിൽ പറഞ്ഞു, വേർ ആം ഐ? ഞാൻ എവിടെയാണ്? ഹൗ മെനി മൈൽസ് ഡൗൺ ഹാവ് ഐ ഫോളൻ? അയ്യോ, എത്ര മൈൽ താഴ്ചയിലേക്കാണ് ഞാൻ വീണത്? ഐ മസ്റ്റ് ബി ഗെറ്റിംഗ് സംവെയർ നിയർ ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. ഞാൻ
ഭൂമിയുടെ മധ്യത്തിൽ എവിടെയോ ആണ് ചെന്ന് വീഴുന്നതല്ലേ. ഐ മസ്റ്റ് ബി ഗെറ്റിംഗ് സംവെയർ നിയർ ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. ഞാൻ ഭൂമിയുടെ മധ്യത്തിലേക്ക് എങ്ങാണ്ടാ വീഴുന്നത്. ഷീ വണ്ടേർഡ്. അവൾ അങ്ങ് അത്ഭുതപ്പെട്ടു. വിൽ ഐ സ്ലിപ്പ് ത്രൂ ദി എർത്ത് ദ അതർ സൈഡ്? അയ്യോ, ഇനി ഭൂമിക്കടിയിൽ ഇതിൻ്റെ അകത്തൂടെ ഭൂമിയുടെ മറുപുറത്തങ്ങാൻ ചെന്നെത്തുമോ? Thumb. Alice landed on a pile of dry leaves. ആലീസെ ഉണങ്ങിയ കുറേ എല്ലിയുടെ മുകളിലാണ് ചെന്ന് വീണത്. ആലീസ് ലാൻഡഡ് ഓൺ എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെയാണ്. നേരെ ചെന്നങ്ങോട്ട് ഉണക്കയിലയുടെ ഒക്കെ മുകളിലേക്ക് നിന്ന് ഡം എന്നങ്ങോട്ട് വീണു. ഷീ ലുക്ഡ് അറൗണ്ട് ക്വിക്ക്ലി. അവൾ വേഗം ചുറ്റുപാടൊക്കെ നോക്കി. ആൻഡ് സഡൻലി സോ ദ വൈറ്റ് റാബിറ്റ് അഗെയിൻ. എന്നിട്ടോ നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഷീ സഡൻലി സോ ദ വൈറ്റ് റാബിറ്റ് അഗെയിൻ. വീണ്ടും ആ വെളുത്ത മുയലിനെ കണ്ടു. ഇറ്റ് ഡിസപ്പിയർഡ് സെയിങ്. അത് അപ്രത്യക്ഷമായി. എന്ത് പറഞ്ഞുകൊണ്ടാ? സെയിങ് ഓ മൈ ഇയേഴ്സ് ആൻഡ് വിസ്കേഴ്സ്. ഓ, എൻ്റെ ചെവികളും എൻ്റെ മീശയും എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹൗ ലേറ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ്. എത്രമാത്രം താമസിക്കുന്നു. ആലീസ് സ്റ്റുഡ് അപ്പ്. ആലീസ് എഴുന്നേറ്റു. ആൻഡ് സോ എ സ്മോൾ ഡോർ അബൌട്ട് 15 inches high. ആലീസ് എഴുന്നേറ്റ് നോക്കി. താഴെ വീണതല്ലേ, തപ്പെന്ന് പറഞ്ഞ് എന്ത് വീണതാണ്. അവിടെ നിന്ന് എഴുന്നേറ്റു. ആൻഡ് സോ എ സ്മോൾ ഡോർ അബൌട്ട് 15 inches high. ഒരു 15 ഇഞ്ച് പൊക്കമുള്ള ഒരു ചെറിയ കതക് കണ്ടു. ഇറ്റ് വാസ് ടു സ്മോൾ ഫോർ ഹെർ ടു ഗോ ത്രൂ. അത് വളരെ ചെറുതാണ്, കാരണം അവൾക്ക് അതിൻ്റെ അകത്തൂടെ പോകാൻ മേലാത്ത അത്രത്തോളം ചെറുതാണ്. ഷീ സോ എ ഗ്ലാസ് ടേബിൾ. അവൾ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു മേശ കണ്ടു. ഷീ സോ എ ഗ്ലാസ് ടേബിൾ വിത്ത് എ ഗോൾഡൻ കീ ഓൺ ഇറ്റ്. അതായത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു താക്കോലും ഉണ്ടായിരുന്നു. ഈ ലെസൻ്റെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.